नमस्ते। सब कैसे हो? ठीक है ना? आज की कक्षा में हम एक नई कविता पढ़ेंगे। अनामिका से लिखी गई मौसियाम नामक कविता पढ़ेंगे। पहले अनामिका के बारे में सुनिए। अनामिका का जन्म बिहार के मुजफ्फरपुर में हुआ था। बिहार के मुजफ्फरपुर में हुआ था। अनामिका दिल्ली विश्वविद्यालय से अंग्रेज़ी में MA और PhD की उपाधियाँ प्राप्त दी। उनकी प्रमुख रचनाएं, अनामिका की प्रमुख रचनाएं गलत पत्ते की चिट्ठी, बीजाक्षर, अनुष्टुप, गुरदुरी हथेलियाँ, कविता में औरत, धूप धान, पोस्ट वर वुमन पोएट्स, पत्थर जो पानी पीता है, मन मांझने की ज़रूरत, अवान्तर कथा, 10 द्वारे का पिंजरा, तिनका तिनके पास, कहती है औरतें आदि उनकी प्रमुख रचनाएं हैं. അപ്പോൾ ഇവിടെ അനാമിക എന്ന കവയത്രി എഴുത്തുകാരിയുടെ ജനനം ബീഹാറിലെ മുസഫർപൂർ എന്ന സ്ഥലത്തായിരുന്നു. 1961 ഓഗസ്റ്റ് 17 ജനനം. പിന്നെ അനാമിക ദില്ലി വിശ്വവിദ്യാലയം അഥവാ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷിൽ MA അതുപോലെ PhD ഒക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പുസ്തകങ്ങളും അവർ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പുസ്തകങ്ങളുടെ പേരാണ് മേൽപ്പറഞ്ഞ പേരുകൾ. അതുപോലെ അനാമികയ്ക്ക് ഒരുപാട് സമ്മാൻ പുരസ്കാരം, അവാർഡ്, ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ലഭിച്ച കുറച്ച് പുരസ്കാരങ്ങൾ: ഒന്ന് രാഷ്ട്രഭാഷാ പരിഷത്ത് പുരസ്കാർ, പിന്നെ ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാർ, ഗിരിജാകുമാർ മാഥുർ പുരസ്കാർ, ഋതുരാജ് സമ്മാൻ, സാഹിത്യകാർ സമ്മാൻ. ഇങ്ങനെ ഒരുപാട് അവാർഡുകളും അനാമികയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഉൻകി സംപ്രതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കർമ്മമേഖല, അവർ ജോലി ചെയ്തിരുന്ന മേഖലകൾ ഏതൊക്കെ: ദില്ലി വിശ്വവിദ്യാലയം, ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ സത്യവതി കോളേജ്, ഇവിടങ്ങളിലൊക്കെ അംഗ്രേസി വിഭാഗം, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ റീഡറായിട്ട് അനാമിക ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും സത്യവതി കോളേജിലുമൊക്കെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ റീഡറായി ജോലി ചെയ്തു. അതോടൊപ്പം തന്നെ സാഹിത്യ മേഖലകളിലും അവർ അവരുടേതായ ഒരു സ്ഥാനം, ഒരു ഇടം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നമുക്കിനി അനാമിക എഴുതിയ മൗസിയാം എന്ന ഒരു ചെറിയ കവിതയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ മൗസിയാം, നമ്മൾ ചെറിയമ്മമാർ, ഇളയമ്മമാർ എന്നൊക്കെ പറയും, മൗസിയാം. ഇവിടെ മൗസിയാം എന്ന ഈ ഒരു ചെറിയ കവിതയിൽ അനാമിക മനുഷ്യരുടെ പരസ്പരമുള്ള സ്നേഹവും അതുപോലെ തന്നെ പരസ്പരമുള്ള ഒത്തുകൂടലുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നും
ഉരുത്തിരിഞ്ഞു വരുന്ന ബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആധുനിക ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ, മനുഷ്യർ ആ കുടുംബ ബന്ധങ്ങളിൽ നിന്നൊക്കെ അകന്നു പോവുകയും ഇപ്പോൾ ഈ ബന്ധങ്ങളെല്ലാം വെറും യാന്ത്രികമായി മാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വീട്ടിലെന്തെങ്കിലും ഒരു ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ഉള്ള എല്ലാവരും ഒത്തുകൂടുകയും അതിനെ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുമായിരുന്നു. ഇന്ന് അപൂർവമായിട്ടൊക്കെ ആവും അങ്ങനെ. എല്ലാവർക്കും എല്ലാവരുടേതുമായ തിരക്കുകളും മറ്റും കാരണം എല്ലാവർക്കും ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരില്ല. മാത്രമല്ല ഇന്ന് അണുകുടുംബങ്ങളായി മാറിയ ഒരു കാലമാണല്ലോ. അപ്പോൾ ഈ മൗസിയാം എന്ന ഈ കവിതയിൽ മനുഷ്യൻ്റെ പരസ്പരമുള്ള ബന്ധങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൽ അച്ഛൻ അമ്മ, അത് കഴിഞ്ഞ് അവരുടെ മക്കൾ, പിന്നെ മക്കൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, പിന്നെ ഏട്ടത്തിയമ്മമാർ, അതുപോലെ തന്നെ അമ്മായിമാർ, അങ്ങനെയുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ടായിരിക്കും അല്ലെ ആ ഒരു വീട്ടിൽ ഉള്ളൊരു അംഗങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും വലിയ കൂട്ടുകുടുംബം അല്ലെങ്കിൽ ഇത്രയും ബന്ധങ്ങളൊക്കെ ഉള്ളൊരു കുടുംബത്ത് ഒരു വിശേഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവരെല്ലാവരും അറിയും. ഇതെല്ലാം അറിയുമ്പോൾ വളരെ സന്തോഷത്തോടെ അവിടേക്ക് വരും, അതിൽ പങ്കെടുക്കും, അവരത് വളരെയധികം ആഘോഷിക്കും. അങ്ങനെയുള്ളൊരു ചെറിയ സംഭവത്തെക്കുറിച്ചാണ് അനാമിക മൗസിയാം എന്ന ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടി ആദ്യമായി കടിഞ്ഞൂൽ ഗർഭിണിയാവുകയാണ്. കടിഞ്ഞൂൽ ഗർഭം ധരിക്കുന്നു. അപ്പോൾ ഈ സന്തോഷ വിവരം അറിയുമ്പോൾ അവളെ കാണാനായി അവളുടെ വീട്ടിലെ ബന്ധുക്കൾ, അതായത് അവളുടെ അമ്മായിമാരും അവളുടെ ചെറിയമ്മമാരും അവളുടെ ബാക്കി ബന്ധുക്കളും എല്ലാവരും കൂടെ അവളെ കാണാൻ വരുന്നതും ഒക്കെയാണ് ഈ ഒരു കൊച്ചു കവിതയിൽ അനാമിക അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കവിതയുടെ ആദ്യത്തെ കുറച്ച് വരികൾ നോക്കാം. അവർ പറയുന്നു, वे बारिश में धूप की तरह आती है, वे बारिश में धूप की तरह आती है, थोड़े समय के लिए और अचानक हाथ के भुने स्वेटर, इंद्रधनुष, तिल के लड्डू और सधोर की साड़ी लेकर वे आती है झूला झुलाने, पहली मितली की खबर पाकर और गर्भ सहलाकर लेती है अंतिम रपट, गृहचक्र बिस्तर और गुथरा उदासियों की, वे बारिश में धूप की तरह आती है, थोड़े समय के लिए और अचानक. അപ്പോൾ ഇവിടെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി, അവൾ ഗർഭിണിയാണ്. കടിഞ്ഞൂൽ ഗർഭം, ആദ്യമായിട്ട് ഗർഭിണിയായി എന്ന് അറിഞ്ഞപ്പോൾ അവളെ കാണാൻ വീട്ടിലെ മറ്റംഗങ്ങൾ എല്ലാവരും വരികയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അവരുടെ വരവിനെ എങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നതെന്നറിയോ? വേ ബാരിഷ് മേം ധൂപ് കി തരഹ് ആത്തി ഹെ. ബാരിഷ്, മഴ, മഴയിൽ തെളിയുന്ന, ധൂപ്, ഇളവെയിൽ പോലെ. ചിലപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊരു വെയിൽ തെളിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ മഴയിൽ തെളിയുന്ന
ഇളവയിൽ പോലെ അവർ ആത്തി വരികയാണ്. ധോഡേ സമയ് കേലിയെ ഔർ അച്ചാനക്. അതും എങ്ങനെ അവരുടെ വരവ്? അച്ചാനക്, പെട്ടെന്നാണ് അവരുടെ വരവ്. ധോഡേ സമയ് കേലിയെ, കുറച്ച് സമയം ഈ പെൺകുട്ടിയോടൊപ്പം ചിലവഴിക്കാൻ. അപ്പം പെട്ടെന്നൊരു ദിവസം കുറച്ച് സമയം ഈ പെൺകുട്ടിയോടൊപ്പം ചിലവഴിക്കാനായി അവളുടെ ബന്ധുക്കൾ വരികയാണ്. അതും എങ്ങനെ? ഭാരിഷ്മേം ധൂപ് കി തരഹ്. ഭാരിഷ്മേം, മഴയ്ക്കിടയിൽ തെളിയുന്ന, ധൂപ്, വെയിൽ പോലെ അവർ പെട്ടെന്നൊരു ദിനം വന്നു. ഇനി എങ്ങനെയാ അവരുടെ വരവ്? ഹാത്ത് കെ ബുനെ സ്വെറ്റർ. ഹാത്ത് കെ ബുനെ സ്വെറ്റർ, അവരുടെ കൈകൊണ്ട് ബുനെ, നെയ്തെടുത്ത സ്വെറ്റർ. അപ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് നെയ്തെടുത്ത സ്വെറ്റർ അവർ കൊണ്ടുവരുന്നുണ്ട്. ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞാൽ മഴവില്ല എന്നാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടി അവർ നെയ്തെടുത്ത സ്വെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പെൺകുട്ടിക്കായിട്ട്. പിന്നെ തിൽ കെ ലഡു. തിൽ കെ ലഡു, നല്ല ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെയോ സധീർ കി സാടി ലേക്കർ. സധോർ കി സാടി, സധോർ കി സാടി, അതായത് നല്ല സധോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് നെയ്തെടുത്തിട്ടുള്ള സാരി. അങ്ങനെയുള്ള സാരിയും ആയിട്ടാണ് ഇവരുടെ വരവ്. ഒന്നുകൂടി നോക്കാം. ഹാത്ത് കെ ഭുനെ സ്വെറ്റർ, ഇന്ദ്രധനുഷ്, തിൽ കെ ലഡു ഔർ സധോർ കി സാടി ലേക്കർ. അപ്പോൾ ഹാത്ത് കെ ഭുനെ സ്വെറ്റർ, അവരുടെ കൈകളാൽ നെയ്തെടുത്തിട്ടുള്ള സ്വെറ്ററുണ്ട്. പിന്നെ തിൽ കെ ലഡു, എള്ളിൻ്റെ ലഡു പറഞ്ഞാൽ ഇവിടെ എള്ളുണ്ടയാണ് ഉദ്ദേശിക്കുന്നത്. തിൽ കെ ലഡു, എള്ളുണ്ട, നല്ല ലഡു പോലെ ഇരിക്കുന്ന എള്ളുണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. സധോർ കി സാടി, നല്ല ഇഴയടുപ്പമുള്ള, നല്ല തിക്കായിട്ട് നെയ്തിട്ടുള്ള സാരിയുണ്ട്. ഇതെല്ലാം കൊണ്ട് ഇവരെല്ലാം ഈ പെൺകുട്ടിയെ കാണാൻ വന്നിരിക്കുകയാണ്. എന്നിട്ടോ വേ ആത്തി ഹേം ഝൂല ഝുലാനെ. അങ്ങനെ ഈ ബന്ധുക്കളെല്ലാം വന്നിരിക്കുകയാണ്. ഝൂല ഝുലാനെ, എന്തിനാ? അവളെ ഝൂല ഝുലാന, ഊഞ്ഞാലാട്ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ സന്തോഷിപ്പിക്കാൻ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഈ ബന്ധുക്കളെല്ലാം ഈ കടിഞ്ഞൂൽ ഗർഭം ധരിച്ചിരിക്കുന്ന പെൺകുട്ടിയെ കാണാൻ വന്നിരിക്കുന്നു. എന്തിനാ? ഝൂല ഝുലാനെ, അവളെ ഊഞ്ഞാലാട്ടാൻ, അതായത് അവളെ സന്തോഷിപ്പിക്കാൻ. പെഹലി മിതലി കി ഖബർ പാക്കർ. ഇനി പെഹലി മിതലി, കടിഞ്ഞൂൽ ഗർഭം. അപ്പോൾ അവൾ കടിഞ്ഞൂൽ ഗർഭിണിയാണ്, അല്ലെങ്കിൽ ആദ്യമായി ഗർഭിണിയാണ് എന്ന ഖബർ പാക്കർ, വിവരമറിഞ്ഞ് ഗർഭ സഹലാക്കർ ലേത്തി ഹേം അന്തിം റപ്പട്ട്. അപ്പോൾ അവൾ കടിഞ്ഞൂൽ ഗർഭിണിയാണ് എന്ന വിവരമറിഞ്ഞപ്പോൾ അവളുടെ ഗർഭ സഹലാക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗർഭവതിയായ പെൺകുട്ടിയെ സഹലാക്കർ, അവൾ തലോടി, അല്ലെങ്കിൽ അവളുടെ ഉള്ളിലെ ഭയം എല്ലാം കളഞ്ഞ് അവളെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും അവളെ കൂടുതൽ ധൈര്യം കൊടുക്കാനും പിന്നെ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും. കടിഞ്ഞൂൽ ഗർഭിണിയാണ്, അപ്പോൾ അവൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അന്തിം റപ്പട്ട്, അതിൻ്റെ അന്തിമമായ ഒരു റിപ്പോർട്ട് കൊടുക്കാനും ഒക്കെയായി ഇവളുടെ ബന്ധുക്കൾ എല്ലാവരും ഇവളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെയോ ഗൃഹചക്ര ബിസ്തർ ഔർ ഖുദ്ര ഉദാസിയോം കി. പിന്നെ അത് മാത്രമല്ല, ഗൃഹചക്ര, അതായത് അവളുടെ രാശിനില, അതായത് ഇപ്പോൾ ഗർഭിണിയാണ്, അപ്പോൾ അവൾക്ക് ഈ സമയത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവൾക്ക് എന്തൊക്കെയാണ് വേറെ പ്രയാസങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവളുടെ ഗൃഹചക്രം അല്ലെങ്കിൽ അവളുടെ രാശിനില അതൊക്കെ നോക്കാനും. പിന്നെ ബിസ്തർ ഔർ ഖുദ്ര ഉദാസിയാം, ബിസ്തർ വിശ്രമം,
അവൾക്ക് ഗർഭകാലത്ത് വേണ്ട വിശ്രമത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഖുതര ഉദാസിയോ, അവളുടെ ഗർഭകാലത്തെ ഖുതര ഉദാസി, അല്പം ഉദാസി, ക്ഷീണം, അപ്പോൾ അവളുടെ ഗർഭകാലത്തുണ്ടാകുന്ന ക്ഷീണത്തെക്കുറിച്ചും മറ്റും അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുമായി അവളുടെ ബന്ധുക്കൾ അവളെ കാണാനായി വന്നിരിക്കുകയാണ്. നമുക്കൊന്നുകൂടി ആ ഭാഗം ഒന്നുകൂടി നോക്കാം. വേ ബാരിഷ് മേം ധൂപ് കി തരഹ് ആത്തി ഹേ, ബാരിഷ് മേം ധൂപ് കി തരഹ് ആത്തി ഹേ. അവളെ കാണാൻ, ഈ കടിഞ്ഞൂൽ ഗർഭിണിയായ പെൺകുട്ടിയെ കാണാൻ അവളുടെ ബന്ധുക്കൾ ബാരിഷ് മേം, മഴയ്ക്കിടയിൽ തെളിയുന്ന, ധൂപ്, വെയിലിനെ പോലെ, ഥോഡേ സമയക്കേലി, കുറച്ച് സമയത്തേക്ക്, അതും അവളെ കാണാൻ ഒരു ദിവസം അചാനക്, പെട്ടെന്ന് ഒരു ദിവസം അവളെ കാണാൻ വന്നിരിക്കുകയാണ്. ഹാത്ത് കെ ബുനെ സ്വെറ്റർ, ഇനി അവർ വരുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഹാത്ത് കെ ബുനെ സ്വെറ്റർ, അവരുടെ കൈകളാൽ ഉണ്ടാക്കിയ, അവർ സ്വയം നെയ്തെടുത്ത സ്വെറ്ററുണ്ട്. തിൽ കെ ലഡു, നല്ല എള്ളുണ്ടുണ്ട്. സഥോർ കി സാടി, നല്ല ഇഴയടുപ്പമുള്ള, നല്ല തിക്കായിട്ട് അവർ നെയ്തെടുത്ത സാരിയുണ്ട്. പിന്നെ അതെല്ലാം ആയിട്ട് അവർ വന്നിരിക്കുകയാണ് അവളെ ജുലാനെ, ഊഞ്ഞാലാട്ടാൻ, അവളെ സന്തോഷിപ്പിക്കാൻ. പെഹലി മിതലി കി ഖബർ പാക്കർ, ഇനി അവളുടെ പെഹലി മിതലി, കടിഞ്ഞൂൽ ഗർഭം, കടിഞ്ഞൂൽ ഗർഭത്തെക്കുറിച്ചുള്ള ഖബർ പാക്കർ, വിവരം ലഭിച്ചപ്പോൾ, ഗർഭ് സഹലാക്കർ, അവളുടെ ഗർഭാവസ്ഥയിൽ അവളെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും, അതുപോലെ അന്തിം റപ്പട്ട്, അന്തിമമായ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഗർഭകാലത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയൊരു റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയും, പിന്നെ ഗൃഹചക്ര, അവളുടെ രാശിനില, എന്ന് വെച്ചാൽ അവൾക്ക് ഇപ്പോൾ നല്ല സമയമാണോ മോശ സമയമാണോ, അല്ലെങ്കിൽ അവൾക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചും, അതുപോലെ ബിസ്തർ, അവൾക്ക് വിശ്രമിക്കേണ്ടതിനെക്കുറിച്ചും, ഗുധര ഉദാസിയോ, അവളുടെ ക്ഷീണം, ഗർഭകാലത്തുണ്ടാകുന്ന ക്ഷീണത്തെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ അവളുടെ ബന്ധുക്കൾ അവളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ गर्भवती हो जाने की खबर मिलते ही, गर्भवती हो जाने की खबर मिलते ही एक दिन अचानक बारिश के बीच प्रकट धूप के समान वे आती है. गर्भवती हो जाने के खबर मिलते ही एक दिन अचानक बारिश के बीच प्रकट धूप के समान वे आती है. उनके हाथ से बने स्वेटर, तिल के लड्डू और सथोर साड़ी आदि लेकर वे आती है. उसे या इस गर्भवती को झुलाने के लिए, गर्भ के अंतिम रपट सुनाने के लिए, गृह चक्र बताने के लिए और गर्भावस्था की आलस्य को निपटाने का सलाह देने के लिए वे आती है. हाथ के बने स्वेटर, तिल के लड्डू, सथोर साड़ी आदि लेकर वे आती है. इस गर्भवती को झूला झुलाने के लिए वे आती है. इसके अतिरिक्त गर्भ के अंतिम रपट सुनाने के लिए, गृह चक्र बताने के लिए, गर्भावस्था की
आलस्य को निपटाने का सलाह देने के लिए वे आती हैं. അപ്പോൾ നമ്മളിന്ന് മൗസിയാം എന്ന ഈ കൊച്ചു കവിതയിലെ ആദ്യത്തെ കുറച്ച് വരികൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് എടുക്കാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ധന്യവാദം.